ഹലോ, ഈ സിംപ്ലസ്റ്റ് ഫോം അല്ലേ, ഇതെല്ലാം കണ്ടാൽ നമുക്ക് സിംപ്ലസ്റ്റ് ഫോം ആണെന്ന് തോന്നും അല്ലേ? പക്ഷേ സിംപ്ലസ്റ്റ് ഫോം അല്ല. ബിക്കോസ് ഇത് നോക്കിയേ, നമ്മൾ നോക്കുമ്പോൾ ഇത് 200 ഡേയ്സുള്ള 2 ഡേയ്സുകളാണ്. 3 കൊണ്ട് പറ്റത്തില്ല, 4+3 7, 3 കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ എങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് 2 ഡേയ്സുകളായിട്ട് നമ്പേഴ്സ് ഇല്ല. പക്ഷേ ഇത് 2 ഡേയ്സുകളായിട്ട് 17 ഉണ്ട്. ഓക്കെ, ഇപ്പം ഇത് 17ന്റെ ടേബിളിൽ ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഇത് 4 എൻഡ് ചെയ്തേക്കുന്നുണ്ട്. 17 × 2 നോക്കിയേ, 7 2s are 14, 1 3 34 കിട്ടും. അപ്പോൾ ഡിവൈഡ് ബൈ 17, 1 ഡിവൈഡ് ബൈ 17 2. സോ 1/2 ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. ഇത് അതേപോലെ തന്നെയാണ്, വേറെ ഒന്നും ഡേയ്സുകളല്ല, 17 കൊണ്ട് ഡേയ്സുകളാണ്. അപ്പം 9ൽ എൻഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് 17 × 7 ചെയ്താൽ 7 7s are 49, 4 +4 is 11. അപ്പോൾ ആൻസർ ഈസ് ഡിവിസിബിൾ ബൈ ഡിവൈഡ് ബൈ 17, ഡിവൈഡ് ബൈ 17 is 7. So 1/7 is the simplest form. ഇവിടെ 1ൽ എൻഡ് ചെയ്തേക്കുന്നത് നമുക്ക് 7ന്റെ ടേബിൾ പറയുമ്പോഴത്തേക്ക് 1ൽ എൻഡ് ചെയ്യുന്നത് × 3 വരുമ്പോഴല്ലേ. 7 3 is 21, 2 51. So divide by 17, divide by 17 is 3. So the answer is 1/3 is the simplest form. ഇവിടെ നമുക്ക് കാണുമ്പോഴേ 5ൽ എൻഡ് ചെയ്തേക്കുന്നുണ്ട്. 17 × 5 ചെയ്ത് നോക്കാം. 7 5s are 35, 3 1 × 5 + 3 is 8. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 5 വരും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1/5. ഇവിടെ അതുപോലെ തന്നെയാണ് 8ലാണ് എൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 17 × 4 ചെയ്താലാ 7 4s are 28, 2 6 68 കിട്ടും. അപ്പോൾ 1 time 4 times, that is 1/4 is the simplest form. ഇവിടെ 2ൽ എൻഡ് ചെയ്തേക്കുന്നുണ്ട്. 17 × 6 ചെയ്ത് നോക്കാം. 7 6 are 42, 4 10 കിട്ടുമല്ലോ. That is 1 time, ഇവിടെ 6 times. So the answer simplest form is 1/6. ഇവിടെ 3ൽ എൻഡ് ചെയ്തേക്കുന്നുണ്ട്. 17 × 9, 9 7s are 63, 6 നമുക്ക് കിട്ടുന്നുണ്ട്. So 1 time, that is 9 times equal to 1/9. ഇവിടെ 6ൽ എൻഡ് ചെയ്തേക്കുന്നുണ്ട്. 17 × 8, 8 7s are 56, 5 1 × 8 is 8 + 5 is 13. So the answer is 1/8. Okay.